ക്ലാസ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാട പാച്ചിലാണ് എല്ലാവരും. അപ്പം നമ്മൾ പൂവൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ്. നമ്മളൊരു പൂക്കടയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇത് പൂക്കടയത്തെ തിരക്കാണ്. നമ്മളിപ്പോൾ പൂക്കടയുടെ ഉള്ളിലാണ്, ഇതൊക്കെ പുറത്താണ്, ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ ഇവിടെ നിറച്ചും പൂക്കളൊക്കെ ഇങ്ങനെ എല്ലാവരും വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. നമ്മളിപ്പോൾ പൂക്കളത്തിന് വേണ്ടിയിട്ട് പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നേക്കാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയ പൂക്കളാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ കുറച്ച് നമ്മൾ പൂക്കൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുറച്ചുകൂടി വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും വന്നേക്കണേ. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ വെറുതെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള പൂവാണ് ആ ചേട്ടൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ നമ്മളിത് മേടിച്ചിരിക്കുന്നത് ദർശന ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്ന്. നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ് എല്ലാം. അപ്പം നമുക്കിതേ പൂവൊക്കെ കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പൂക്കളത്തിൻ്റെ കളം വരയ്ക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം സർക്കിൾ വരച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡിസൈനൊക്കെ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഒരുവിധമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ലാസ്റ്റ് ഉള്ളൊരു ഡ്രോയിങ് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ കളം ഫുള്ളായിട്ട് നമ്മൾ വരച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലുക്കാണിത്, ഫുള്ള് വരച്ചതിൻ്റെ ലുക്കാണിത്. അപ്പോൾ നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ വേഗം തന്നെ നമ്മുടെ പൂവൊക്കെ വെട്ടി തുടങ്ങി. ഇതിൽ മിക്കവാറും എല്ലാം പൂവ് മേടിച്ചത് തന്നെയാണ്. അവിടെ ഇരിക്കുന്ന റെഡ് നമ്മൾ പൊട്ടിച്ചതാണ്. പിന്നെ ഇത് ലാസ്റ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി നമ്മൾ ഗ്രീനും കൂടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് 12:30 അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റുഭാഗമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട്. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ റെഡിയായി. നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പൂവിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ വ്ളോഗ് എടുക്കാൻ നമുക്ക് ആലോചിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. നമ്മൾ ഇന്നലെ രാത്രി 12:30 ആയപ്പോഴാണ് തീർത്തത്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ വേഗം വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇത് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഇതിനൊരു ഡിസൈനും നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ വരച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പൂക്കളം നമുക്ക് കിട്ടിയത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് റോസ് പെറ്റൽസ് ആണ്. റോസ് പെറ്റൽസ് കൂടാതെ ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് പൂക്കൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ പോയി പൊട്ടിച്ചിട്ടുണ്ട്. അതിൽ പച്ച, അതുപോലെ തന്നെ ഈ ബോർഡർ കൊടുത്തിരിക്കുന്ന റെഡൊക്കെ നമ്മൾ പൊട്ടിക്കുക ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമ്മൾ ഈ പൂക്കൾ മുഴുവൻ സെറ്റാക്കിയത്. ഞാൻ തോന്നുന്നു 7:30ക്കാണ് നമ്മൾ ഇട്ട് തുടങ്ങിയത്. അത് കളം വരച്ചൊക്കെ തുടങ്ങിയത്. അതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ 12:30 ആയി. ആദ്യം തന്നെ നമ്മൾ വന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവിൻ്റെ ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലത്ത് തന്നെ വന്ന് ഇവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2025 പൂക്കളം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ തന്നെ നല്ല പൂക്കളം തന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഇട്ടിരുന്നു, അതിന് മുന്നത്തെ കൊല്ലവും നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.